കല്ലറയിൽ നിന്നു വെളിയെ മരിച്ചൊരുയർത്തു വരുവാനായി തർക്കവല്ലഭമുള്ളതും എളിയ ജനം ചെവിക്കൊള്ളുവതുമായ വലിയ ഗംഭീര ശബ്ദമുള്ള കീർത്തനം 37 തെരേസ. മനോഹരമായ പുതിയ ദിവസത്തിനായി ഞാൻ ദൈവത്തിന് സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു. സെന്റ് മത്തിയാസ് ന്യൂ കാളിയാർ ദേവാലയത്തിന്റെ പ്രതിഷ്ഠാപന പെരുന്നാൾ ഇത് നാം ഇവിടെ ആചരിക്കുകയാണില്ല. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ കാരുണ്യം കൊണ്ട് നമ്മെ പരിപാലിച്ചു. വീണ്ടും ഒരു പ്രതിഷ്ഠാദിന പെരുന്നാളിന്റെ പ്രഭാതത്തിൽ ഉണർന്ന ദേവാലയത്തിന്റെ ആൾക്കാരിൽ നിൽക്കാൻ ലഭിച്ച കൃപകൾക്കായി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രത്യേകിച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യലായിരിക്കുന്ന റവറൻഡ് ഡീക്കൻ ഇമ്മാനുവൽ രാജ് അച്ഛനെയും കൊച്ചമ്മയെയും ഞാൻ സഭയുടെ നാമത്തിൽ കാരണമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഉപസഭകളിൽ ശുശ്രൂഷകരായിരിക്കുന്ന രണ്ട് പ്രിയപ്പെട്ടവർ നമ്മളോടൊപ്പം ഉണ്ട്.
അവരെ ഞാൻ സഭയുടെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാ സഭാമക്കളെയും ഞാൻ ഈ ദിവ്യ ആരാധനയിൽ സ്വാഗതം ചെയ്യും. മറ്റൊന്ന്, അൾത്താരയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ലിറ്റനി ടേബിൾ തെക്കേ നാട്ടിൽ കുടുംബാംഗങ്ങളാണ് സമർപ്പിച്ചത്. ഇപ്പോൾ സഭയ്ക്ക് അത് കൈമാറുവാൻ വേണ്ടി രണ്ട് കൈക്കാരന്മാരെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു പ്രാർത്ഥനയ്ക്കായി തലവരെ വണക്കാം. സഭയിലെ നാഥനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, അവിടുത്തെ പുകഴ്ചയ്ക്കും തിരുനാമ മഹത്വത്തിനും സ്വർഗരാജ്യത്തിൻ്റെ പുകഴ്ചയ്ക്കും വേണ്ടി കലാകാരൻ ദേവാലയങ്ങളെ നിർമ്മിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കുന്ന ദൈവിക പദ്ധതികൾക്കായി സ്തോത്രം ചെയ്യും. സഭയുടെയും അൾത്താരയുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി അതിനാവശ്യമായ വസ്തുക്കളെ യെരുശലേം ദേവാലയത്തിൽ ജനം നൽകിയതുപോലെ അവിടുന്ന് ജനം നൽകുന്ന സ്വമേധദാനങ്ങൾക്കായി ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് തെക്കേ നാട്ടിലെ കുടുംബാംഗങ്ങളെ ഓർക്കുന്നു. അവർ സമർപ്പിച്ച ലിത്താനിത്യത്തിനെ ഈ ദേവാലയത്തിൻ്റെ വിശുദ്ധ ഉപയോഗത്തിന് വേണ്ടി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രതിഷ്ഠിച്ച് വേർതിരിക്കുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും അറിവില്ലാത്തതുമാകുമല്ലോ. ഞങ്ങളെ പൂർണ്ണമായി സ്നേഹിക്കുവാനും നിന്റെ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലെ നിലവിലെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. രണ്ടാമത്തത് നിന്നോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇതിൽ വലുതായ ഒരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കേൾക്കുവാനും കർത്താവിന്റെ ശരീരരക്തങ്ങൾ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവയിലേക്ക്
സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നമുക്ക് എല്ലാവർക്കും മുട്ടുകൾ മടക്കി ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് നേരായ താല്പര്യമായി മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും മേലാൽ അവന്റെ വിശുദ്ധ വഴികളിൽ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ ക്രിസ്തു മൂലം അവനോട് പുതുതായി നടപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുകയും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളിലും ഞങ്ങളുടെ രക്ഷിക്കുവാൻ ലോകത്തിൽ വന്നു എന്നത് വിശ്വാസവും എല്ലാവരും അംഗീകരിക്കുവാൻ യോഗ്യവുമായ വചനം തന്നെ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരിയുകയും തങ്ങളുടെ സഹോദരോടും സഹോദരിയോടും സമസ്തങ്ങളോടും ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്നും എന്റെ മഹാകന്യായി വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവായ സർവ്വശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി എന്റെ സകല പാപങ്ങളെയും ക്ഷമിച്ച് അവൻ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിലും ഓരോപ്പച്ച് ബലപ്പെടുത്തി നിങ്ങളെ ബലപ്പെടുത്തി നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവിനോടുകൂടി ഇരിക്കട്ടെ. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷയും വേദപാഠം ഉന്നതനും പരിശുദ്ധനുമായ നിത്യനും ദൈവമേ, ഒരു കെട്ടിടത്തിനും മന്ദിരത്തിനും അങ്ങയുടെ സാന്നിധ്യം കൂടാതെ സ്വന്തമായ ദൈവമത്വം ഉൾക്കൊള്ളുവാൻ അവിടുത്തെ സ്നേഹത്തിന്റെ അത്ഭുതങ്ങളെ ഒഴിവാക്കുവാൻ സാധ്യമല്ലല്ലോ. ഏകഹൃദയത്തോടും സന്മനസ്സോടും കൂടെ ഒരുമിച്ച് ചേരുവാനുള്ള സ്ഥലമായി ഈ കെട്ടിടം ഉപയോഗിക്കുവാനും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ സന്തോഷത്തോടും കൂടെ അങ്ങേ ആരാധിക്കുവാനും എല്ലാവരെയും പ്രാപ്തിപ്പെടുത്തേണ്ടേ. വചനം പഠിക്കുന്നതോടെ വഴിയും സത്യമാകുന്ന അങ്ങേ ആഴമായി ഗ്രഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഇവിടുത്തെ എല്ലാ കുടിവരവുകളും അങ്ങയുടെ ആശീർവാദം ഉണ്ടായി പ്രവർത്തനകരമായ ദേവാത്മാവിന്റെ അടയാളമായി വിശുദ്ധ ആലയം നിലനിൽക്കുവാൻ ദൈവജനം ദൈവസഭയുമായി ഇവിടെ നിന്നും ശോഭിക്കുവാൻ കൃപ ചെയ്യണം. പിതാവിനോട് പരിശുദ്ധാത്മാവോടുകൂടെ കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു.
പ്രതിഷ്ഠാദിനത്തിൽ നിശേഷിപ്പിക്കുന്ന 1 രാജാക്കന്മാർ 8-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ. 1 രാജാക്കന്മാർ 8-ാം അധ്യായം 22 മുതൽ 30 വരെ. അനന്തരം സലോമോൻ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ ഇസ്രായേലിലെ സർവ്വസഭയുടെ സമക്ഷത്തിൽ നിന്നുകൊണ്ട് ആകാശത്തിലേക്ക് കൈമുടക്കി പറഞ്ഞതെന്നാൽ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, പൂർണ്ണ ഹൃദയത്തോടെ നിന്റെ മുമ്പാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി നിയമവും ദയയും പാലിക്കുന്ന നിന്നെ പോലെ നീ സ്വർഗത്തിന് താഴെ ഭൂമിയിൽ യാതൊരു ദൈവവുമില്ല. നീ എന്റെ അപ്പനായ ദാവീദെന്ന നിന്റെ ദാസന് ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു. തിരുവാലങ്ങളിൽ ചെയ്തത് ഇന്ന് കാണും പോലെ തൃക്കൈകൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു. ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ എന്റെ അപ്പനായ ദാവീദെന്ന നിന്റെ ദാസനോട് നീ എന്റെ മുമ്പാകെ നടക്കുന്ന പോലെ നിന്റെ പുത്രന്മാരും എന്റെ മുമ്പാകെ നടക്കത്തക്കവണ്ണം തങ്ങളുടെ വഴി സൂക്ഷിക്കുക മാത്രം ചെയ്താൽ ഇസ്രായേൽ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള ഒരു പുരുഷൻ എന്റെ മുമ്പാകെ ഇല്ലാതെ വരികയില്ല എന്ന് അരുളിച്ചേരിക്കുന്നത് നിവർത്തിക്കണമേ. ഇപ്പോൾ ഇസ്രായേലിന്റെ ദൈവമേ, എന്റെ അപ്പനായ ദാവീദെന്ന ദാസനോട് നീ അരുളി ചെയ്ത വചനം ഒത്തുവരുമാറാകട്ടെ. എന്നാൽ ദൈവം യഥാർത്ഥമായ ഭൂമി വസിക്കുമ്പോൾ സ്വർഗത്തിലും സ്വർഗാസർഗത്തിലും നീ അടങ്ങുകയില്ലയോ? പിന്നെ ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നതെങ്ങനെ? എങ്കിലും എന്റെ ദൈവമായ യഹോവേ, അടിയനും തിരുമുമ്പിൽ കഴിക്കുന്ന നിലവിളിയും പ്രാർത്ഥനയും കേൾക്കണമേ. അടിയന്റെ പ്രാർത്ഥനയിലേക്ക് യാചനയിലേക്കും തിരിഞ്ഞ് കടാക്ഷിക്കണമേ. അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന്റെ നാമം ഉണ്ടായിരിക്കുമെന്ന് നീ അരുളിയ സ്ഥലമായ ഈ ആലയത്തിലേക്ക് രാവും പകലും തൃക്കൾ പ്രാർത്ഥിക്കണമേ. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയന്റെയും നിന്റെ ജനമായ ഇസ്രായേലിന്റെ യാചന കേൾക്കണമേ. നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേൾക്കണമേ, കേട്ട് ക്ഷമിക്കണമേ. ഇവിടെ 1-ാം ഭാഗം വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രതിഷ്ഠാദിനത്തിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ലേഖനമാണ് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 16-ാം വാക്യം മുതൽ 26-ാം വാക്യം വരെയുള്ള തിരുവചനം. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 16-ാം വാക്യം മുതൽ 26-ാം വാക്യം വരെ. സഹോദരന്മാരായ പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴികാട്ടിയായി തീർന്ന യൂദയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻപറഞ്ഞ
തിരുവഴുത്തിന് നിർത്തിവരുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്കു ലഭിച്ചിരുന്നുവല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ചു തല കീഴായി വീണു നടുവേ പിളർന്ന് അവന്റെ ഉടലെല്ലാം തുറച്ചുപോയി. അത് യെരൂശലേമിൽ പാർക്കുന്ന എല്ലാവരും അറിഞ്ഞതാകൊണ്ട് ആ നിലത്തിന് അവരുടെ ഭാഷയിൽ രക്തനീളം എന്നർത്ഥമുള്ള അക്കർദാമ എന്ന് പേരായി. സങ്കീർത്തന പുസ്തകത്തിൽ അവന്റെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ, അതിലാരും പാർക്കാതിരിക്കട്ടെ എന്നും അവന്റെ അധ്യക്ഷസ്ഥാനം മറ്റൊരുത്തിന് ലഭിക്കട്ടെ എന്നും എഴുതിയിരിക്കുന്നു. ആകയാൽ കർത്താവായ യേശു യോഹന്നാൻ സ്നാനം മുതൽ നമ്മെ വിട്ട് ആരോഹണം ചെയ്ത നാൾ വരെ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു പോകുന്ന കാലത്തെല്ലാം ഞങ്ങളോടുകൂടെ നടന്ന പുരുഷന്മാരിൽ ഒരുത്തൻ ഞങ്ങളോടുകൂടെ അവന്റെ പുനരുത്ഥാനത്തിനും സാക്ഷിയായി തീരണം. അങ്ങനെ അവർ യുസ്തോസ് എന്നു മറുപേരിലുള്ള ബർശബ എന്ന യോസേഫ്, മത്യാസ് എന്നീ രണ്ടുപേരെ നിർത്തി സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവ് തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയ ശുശ്രൂഷയിൽ അപ്പോസ്തലത്തിന്റെ സ്ഥാനം ലഭിക്കേണ്ടതിനാൽ ഈ ഇരുവരിൽ ഏവരെ നീ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അവരുടെ പേർക്ക് ചീട്ടിട്ടു. ചീട്ട് മത്യാസിന് വീഴുകയും അവനെ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. ഇവിടെ ലേഖനം വായിച്ചു കഴിഞ്ഞു. ഈ പ്രസിദ്ധാദിനം പെരുന്നാളിലേക്ക് വിശദീകരിക്കുന്ന സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യം മുതൽ 20-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനങ്ങളെ കേൾപ്പിക്കുന്നു. യേശു ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്തെത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ ഇരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആണെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചെന്ന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, വേറെയാണ് ശിമോനെ, നീ ഭാഗ്യവാൻ, എന്റെ രക്തങ്ങളെല്ലാം സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രയും നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങളെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ എഴുതിയിരിക്കും എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ താൻ ക്രിസ്തു ആകുന്നു എന്ന് ആരോടും പറയാതിരിക്കാൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. നിങ്ങൾ കേട്ടത് സുവിശേഷം ആകുന്നു. പ്രതിഷ്ഠ കരുണാസമ്പന്നനായി വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു നാഥ. പിതാവായ ദൈവമേ, ഞങ്ങളുടെ കാലിയാർ ദേവാലയത്തിന്റെ നാഥ സ്തോത്ര 56-ാമത്തെ പ്രതിഷ്ഠാദിന പെരുന്നാളിന്റെ 2ാം ദിന ആരാധനയിൽ അടിയങ്ങൾ പങ്കെടുക്കുമ്പോൾ പിതാവേ, അടിയങ്ങളോട് അവിടുന്ന് വാസ്തവമായി ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നവ ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ ദാസനായ അടിയങ്ങളുടെ കർത്താവ് അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളേവരെയും കർത്താവ് ശക്തീകരിക്കണം, ബലപ്പെടുത്തണം, ആത്മാവിൽ നിറയ്ക്കണം. ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കൃപയോടെ കേൾക്കണമേ. ആമേൻ.
എല്ലാവരും ഇരുന്നാട്ടെ. ദൈവത്തിന്റെ ഏറ്റവും അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിനത്തിൽ നമ്മുടെ പ്രതിഷ്ഠാദിന പെരുന്നാളിന്റെ രണ്ടാം ദിനം ആരാധനയിലെ പ്രധാനപ്പെട്ട ദിനത്തിൽ ദേവാലയത്തിൽ പങ്കെടുക്കുവാൻ തമ്പുരാൻ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവം നടത്തുന്ന നന്മകളെ ഓർത്ത് ദൈവത്തിന്റെ മുൻപിൽ നന്ദിയുള്ളവരായി നമ്മെ സമർപ്പിക്കാൻ കഴിയും. ഓരോ പെരുന്നാളും നമ്മെ ദൈവത്തോട് അടുപ്പിക്കാനായിട്ടുള്ളതായ പെരുന്നാളുകളാണ്. വേറെ ഒരു പുതിയ വർഷം ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി. കർത്താവ് 56 വർഷം കഴിഞ്ഞ വർഷങ്ങളിലും ദൈവം നമ്മെ നടത്തി. പുതിയ വർഷത്തിൽ നമ്മുടെ സഭ കാലടികൾ എടുത്തു വെക്കുമ്പോൾ സർവശക്തി നിത്യനുമായ ദൈവം നമ്മെ കൂടുതലായി അനുഗ്രഹിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്നതാണ് എന്റെ പ്രാർത്ഥന. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 47-ാമത്തെ വചനം നമുക്ക് എടുത്തവരൊന്ന് വായിക്കാമല്ലോ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 47-ാമത്തെ വചനം. ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, അതോടുകൂടെ നമ്മൾ ഇന്ന് 2-ാം പാഠമായിട്ട് വായിച്ചതായ വേദഭാഗത്തിലേക്ക് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ വരുമ്പോൾ അവിടെ മത്യാസിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതായ വചനങ്ങളാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. സ്തോത്രം. കർത്താവിന്റെ ശിഷ്യന്മാർ 12 പേരെന്ന് നമുക്കറിയാം. അതിലെ ഒരുവൻ യൂദാസ്കറിയോത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നുപോയി. അതിന് പകരമായിട്ട് ഇതാ ചീട്ടിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടതാണ് മത്യാസ്. പ്രിയപ്പെട്ടവരെ, മത്യാസിനാണ് ആ ഭാഗ്യം ലഭിച്ചത്. ആ ഭാഗ്യമുള്ള പേരിലാണ്, അനുഗ്രഹിക്കപ്പെട്ട പേരിലാണ് കർത്താവിന്റെ ശിഷ്യനായി തീർന്ന മത്യാസിന്റെ പേരിലാണ് നമ്മുടെ ന്യൂ കാലിയ ദേവാലയം അറിയപ്പെടുന്നത്. ദൈവം ഇത്രത്തോളം നടത്തിയതിന് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ആ വചനമെടുത്ത് പഠിക്കുമ്പോൾ ചീട്ടിടുന്നതിന് മുമ്പായിട്ട് അവർ സംസാരിക്കുന്നതായ കാര്യങ്ങൾ 1-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി 15 മുതലുള്ളതായ വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കർത്താവിനെ അറിഞ്ഞതായ, കർത്താവിന്റെ കൂടെ നടന്നതായ ഒരാളെ വേണം തിരഞ്ഞെടുക്കണമെന്നതായ ഒരു ചിന്തയാണ് അവിടെ ഉയർന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ചീട്ടിട്ടു, പക്ഷേ ചീട്ട് വീണത് മത്യാസിനാണ്. പ്രിയരെ, ഈ ദിനങ്ങളിലെ നമുക്ക് ദൈവത്തിന്റെ മത്യാസ് യൂദാസ് കാര്യത്തിന് പകരമായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാനായിട്ട്, കർത്താവിന്റെ ശിഷ്യനായി തീരുവാനായിട്ട്, ദൈവത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാനായിട്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതെങ്കിൽ ഈ നാളുകളിലെ ആമേ സ്തോത്രം, ദൈവത്തിന്റെ കർത്താവിന്റെ പിന്തുടർച്ചക്കാരാണ് നമ്മൾ. ദൈവത്തിന്റെ മക്കളായി നമുക്ക് ദൈവത്തിന്റെ വേലയിൽ നമുക്ക് വളരുവാനായിട്ട് നമുക്ക് കഴിയണം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ ജീവിതത്തെയും ക്രിസ്തീയ സഭയുടെ വളർച്ചയെയും കുറിച്ചാണ് പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുപോലെ തന്നെ ക്രിസ്തു ശിഷ്യന്മാർ തങ്ങളുടെ ജീവിതത്തിൽ അവർ ശക്തി ലഭിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി പ്രകാശിക്കുന്നതാണ് താഴെയുള്ള വേദഭാഗത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 120 പേർ കൂടി വന്നിരുന്നതായ സ്ഥലത്ത് അവിടെ വ്യത്യാസം ഉണ്ടായിരുന്നതാണ് പാരമ്പര്യം പറയുന്നത്. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവപ്രവർത്തനത്തിന് വേണ്ടി ഒരുങ്ങുന്നതായ വ്യത്യാസനെയാണ് ദൈവവചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഈ ദിനങ്ങളിലെ പ്രിയപ്പെട്ടവരെ, സഭ അവൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ കൂട്ടമാണല്ലോ. സ്തോത്രം. നമ്മെ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് സഭയോട് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നതാണ് ഇന്ന് പ്രഭാതത്തിൽ വായിച്ചു കേട്ടത്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് നാം ദൈവാലയത്തിലേക്ക് വരുന്നു എന്നതായ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം. എന്തിനാണ് നമ്മൾ ദൈവാലയത്തിലേക്ക് വരുന്നത്? എന്തിനാണ് ഈ പ്രതിഷ്ഠാദിന പെരുന്നാളിലെ ഇന്നലെയും ഇന്നും ദൈവസന്നിധിയിൽ വന്ന് നമ്മൾ ആരാധനയിൽ പങ്കെടുക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും? പ്രത്യേകിച്ച് ഈ ദിനങ്ങളിലെ സാധന സമർപ്പണം ചെയ്തിട്ടുണ്ട് ദൈവാലയത്തിൽ വന്ന്. പ്രിയപ്പെട്ടവര്, എന്തിനാണ് നമ്മൾ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നാമതതിന് നമ്മളുടെ പാപം ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ ബലപ്പെടുവാനായിട്ടാണ്
നാം ദൈവാലയത്തിലേക്ക് വന്നിരിക്കുന്നത്. രണ്ടാമത് നമ്മൾ കാണുന്നത് ഐക്യതയോടെ ധൈര്യപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അനുഗ്രഹം പ്രാപിക്കാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവ് ഇന്ന് പകൽക്കാലത്തിൽ പ്രിയപ്പെട്ടവരെ ദൈവാലയത്തിൽ കൂടി വന്നിരിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കുക തന്നെ ചെയ്യുമെന്നതിൽ യാതൊരു സംശയമില്ല. ദൈവസന്നിധിയിൽ നാം സമയം ചെലവ് ചെയ്യുന്നതായ ഓരോ നിമിഷത്തിനും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രതിഫലം ലഭിക്കാതെ പോകത്തില്ല പ്രിയപ്പെട്ടവരെ. ആമേൻ. മറ്റുള്ള ജോലികളൊക്കെ വെടിഞ്ഞ് മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും പോകാതെ ഇന്നലെയും ഇന്നും ദൈവ സന്നിധിയിൽ വന്ന് സമയം ചെലവ് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം കാണുന്ന ദൈവമുണ്ട്, ഇതെല്ലാം അളക്കുന്ന ദൈവമുണ്ട്. അതിന് പ്രതിഫലം തരാതെ പോകത്തില്ല എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദിനങ്ങളിലെ നമ്മൾ വായിച്ചതുപോലെ രക്ഷിക്കപ്പെടുന്നവരെയാണ് സഭയോട് ആമേൻ സ്തോത്രം കർത്താവ് ചേർത്തുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുന്നവരാണ്. ആമേൻ സ്തോത്രം. രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുന്നവരായ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഒന്നാമത് ആമേൻ സ്തോത്രം പറഞ്ഞതുപോലെ ആമേൻ ക്രിസ്ത്യാനികളായി തീരുമ്പോൾ ക്രിസ്തുവിന്റെ അനുയായികളാണല്ലോ പ്രിയപ്പെട്ടവരെ. ആമേൻ സഭയുടെ മക്കളായി നമ്മൾ തീരുമ്പോൾ പ്രിയരെ, ആമേൻ ക്രിസ്ത്യാനി ആരാണ്? ക്രിസ്ത്യാനി എന്ന് പറയുന്നവർ ആർ? ദൈവജനമേ സ്തോത്രം. ആമേൻ ക്രിസ്തുവിൻ്റെതായ അനുയായികൾ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിൻ്റെതായ വചനങ്ങൾ കേട്ടുകൊണ്ട് ക്രിസ്തുവിന്റെ വചനങ്ങൾ അനുസരിച്ചുകൊണ്ട് ആമേൻ പ്രവർത്തിക്കുകയും ആമേൻ ജീവിക്കുകയും ചെയ്യുന്നവരാണ്, സാക്ഷ്യം വഹിക്കുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനി. ദൈവം ആമേൻ നമ്മെ അളന്നു നോക്കുന്ന കർത്താവാണ്. ഈ 56ാമത്തെ പ്രതിഷ്ഠാദിന പെരുന്നാളിൽ പ്രിയപ്പെട്ടവരെ, ദൈവം എന്നെ നിങ്ങളെയും അളന്നു നോക്കുന്ന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദിനങ്ങളിലെ ആമേൻ സഭയുടെ പങ്കാളികളായി തീർന്നതായ നമ്മുടെ ജീവിതത്തിലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭ എങ്ങനെയുള്ള സഭയായി ഇരിക്കണം എന്നത് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സഭ ഏത് തരത്തിലുള്ള സഭയായി ഇരിക്കണമെന്ന് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ ചോദ്യത്തിന് പ്രിയപ്പെട്ടവരെ നമുക്ക് തന്നെ ഉത്തരം പറയാനായിട്ട് കഴിയും. നമ്മുടെ സഭ നല്ല ഒരു ആമേൻ ഐക്യമുള്ള സഭയായിരിക്കണമെന്നതായി ഉത്തരമായിരിക്കും പറയുന്നത്. ആമേൻ ആരാധനയ്ക്ക് പ്രാധാന്യം നൽകുന്ന സഭയായിരിക്കണമെന്നായിരിക്കും അടുത്ത ഉത്തരം പ്രിയപ്പെട്ടവരെ. ആമേൻ അതുപോലെ തന്നെ അടുത്ത ഉത്തരമായിരിക്കും കരുതുന്ന സഭയായിരിക്കണമെന്നത്. ഇതെല്ലാം വേണ്ടതാണ് പ്രിയപ്പെട്ട, ഇതെല്ലാം ഒരു സഭയ്ക്ക് വേണ്ടതാണ്. ഒരു ക്രിസ്തീയ രാജ്യത്തോ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എന്ന പേര് കൊണ്ടോ നമുക്ക് ക്രിസ്ത്യാനിയായി തീരുവാനായിട്ട് ഒരിക്കലും കഴിയത്തില്ല. ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായിട്ട് ആയിത്തീരുമ്പോഴാണ് ക്രിസ്ത്യാനികളായി നമുക്ക് യഥാർത്ഥ ദൈവത്തിന്റെ മകളായി തീരുവാനായിട്ട് നമുക്ക് കഴിയുന്നത് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ഈ ദിനങ്ങളിലെ ക്രിസ്തീയ നിയമങ്ങൾ ഒന്നാമത് നമ്മൾ അനുസരിക്കണം. ക്രിസ്തീയ നിയമങ്ങൾ ഇന്നലെ വൈകിട്ട് നമ്മൾ വായിച്ചു. ചട്ടങ്ങളും പ്രമാണങ്ങളൊക്കെ പ്രമാണിക്കാനായിട്ട് ഈ ദിനങ്ങളിൽ പറയുന്നത് ക്രിസ്തീയ നിയമങ്ങൾ നമ്മൾ അനുസരിക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്ത്യാനികളായി ആയിത്തീരുന്നത് പ്രിയപ്പെട്ടവർ. അവരാണ് രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് സഭയോട് ദിനം പ്രതി ചേർത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മത്യാസ് ശിഷ്യന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുന്നു, ശിഷ്യഗണത്തിൽ ഉൾപ്പെടുകയാണ്. പിന്നെ ക്രിസ്തുവിന്റെ ആ പ്രവർത്തനമാണ് ചെയ്യുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ചരിത്രകാരന്മാർ പറയുന്നത് അദ്ദേഹം എത്യോപ്യയിലും പാലസ്തീനയിലും കർത്താവിന്റെ മൗത്തമേനെ വേല ചെയ്തെന്നാണ്, ഒത്തിരി കഠിനാധ്വാനം ചെയ്തെന്നാണ് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നത്. അദ്ദേഹത്തെ അവസാനം കല്ലെറിഞ്ഞ് കൊന്നെന്നും തലവെട്ടി കൊന്നെന്നൊക്കെയാണ് പറയുന്നത് പ്രിയപ്പെട്ടവർ. എന്നിരുന്നാലും അദ്ദേഹം ദൈവത്തിന് വേണ്ടി ആമേൻ പ്രകാശിച്ചതായ ശോഭിച്ചതായ ഒരു ദൈവത്തിന്റെ മകനാണ്, ഒരു ശിഷ്യനാണ് കർത്താവിന്റെ. എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ആമേൻ സ്തോത്രം സെന്റ് മത്യാസിന്റെ നാമത്തിൽ സ്ഥാപിതമായ ഈ കാളിയാർ ദേവാലയത്തിൽ ആമേൻ സഭാംഗങ്ങളായുള്ളതായ നമ്മുടെ ജീവിതത്തിലെ നമുക്ക് ഒത്തിരി ദൗത്യം ദൈവം സഭയ്ക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. എനിക്കും നിങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കർത്താവ് നമ്മെ ഇനി ഭൂമിയിലാക്കി വെച്ചിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് ചെയ്യുവാനായിട്ട് ഈ ദിനങ്ങളിലെ കഴിയണം പ്രിയരെ. സ്തോത്രം. അത് ചെയ്യുവാനായിട്ട് കഴിയുമ്പോഴാണ് യഥാർത്ഥമായിട്ടുള്ളതായ ഈ ദിനങ്ങളിലെ നമ്മുടെ ആമേൻ സ്തോത്രം നമ്മുടെ ഉത്സവങ്ങൾ അല്ലെങ്കിൽ നമ്മുടേതായ ആചാരങ്ങൾ, നമ്മുടേതായ അനുഷ്ഠാനങ്ങൾ, നമ്മുടെ പെരുന്നാളുകളൊക്കെ അതിന് അർത്ഥവും ആഴവും വർദ്ധിക്കുന്നത്. ദൈവത്തിന്റെ മക്കളായി ദൈവത്തിന്റെ തിരുസേവ ചെയ്യുമ്പോഴാണ് ആമേൻ നമ്മുടെ വിശ്വാസമൊക്കെ വളരുന്നത് പ്രിയപ്പെട്ടവരെ. ഈ ദിനങ്ങളിലെ ഒന്നുകൂടെ ഞാൻ പറയുന്നത്, നമ്മുടെ സഭ എങ്ങനെയുള്ളതായിരിക്കണമെന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. സ്തോത്രം. കാരണം സഭ ഒരു കുടുംബമാണ്.
സഭ ഒരു കുടുംബം. അവിടെ നമുക്ക് അന്യോന്യം വിശ്വസിക്കാനായിട്ട് നമുക്ക് കഴിയണം. ഈ 56-ാമത്തെ പെരുന്നാളിൽ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് സഭ ഒരു കുടുംബമെന്ന നിലയിൽ എഫേസ്യ ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 14-15 വചനങ്ങൾ പഠിക്കുമ്പോൾ അന്യോന്യം വിശ്വസിക്കാനായിട്ടും ബഹുമാനിക്കാനായിട്ടാണ് ദൈവവചനം ഈ പെരുന്നാളിൽ നമ്മളോട് പറയുന്നത്. അന്യോന്യം വിശ്വസിക്കാനായിട്ട് നമുക്ക് കഴിയണം, ബഹുമാനിക്കാനായിട്ട് കഴിയണം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, വീണ്ടും പറയുന്നത് സഭ ഒരു കൂട്ടായ്മയുള്ളതാണ്. സ്തോത്രം. സഭ ഒരു കൂട്ടായ്മയുടെ ഇടമാണ്. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 42 മുതൽ 45 വചനങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അന്യോന്യം പങ്കിടുവാനായിട്ടും സഹകരിക്കാനായിട്ടും നമുക്ക് കഴിയണം പ്രിയരെ. അതായിരിക്കട്ടെ ഈ പെരുന്നാളിലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അന്യോന്യം പങ്കിടാനായിട്ടും സഹകരിക്കാനായിട്ട് നമുക്ക് കഴിയണം. വീണ്ടും പറയുന്നത് 1 കൊരിന്ത്യർ 12-ാം അധ്യായം പഠിക്കുമ്പോഴും എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനം പറയുന്നത് സഭ ഒരു ശരീരമാണ്, ക്രിസ്തുവിന്റെ ശരീരമാണ്. അതിലെ പല അവയവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും അവയെല്ലാം ഒരു ശരീരത്തിന്റെ അവനൊരു ഭാഗമാണ്, ഒരു പങ്കായി, ഒരു ശരീരമായി തീരുകയാണ്. ഓരോന്നിനും ഓരോ ചുമതലകളുണ്ട്. ദൈവജനത്തെ ദൈവം ഈ സഭയിൽ ഒരു അംഗമായി നമ്മെ ചേർത്തിരിക്കുമ്പോൾ ആമേൻ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്തു തീർക്കാനായിട്ടുണ്ട്. സ്തോത്രം. സഭ ഒരു ശരീരം എന്ന നിലയിൽ ദയ കാട്ടുക, ദയ കാണിക്കുന്നതായ, അന്യോന്യം ദയ കാണിക്കുന്നതായ ദൈവത്തിന്റെ മക്കളായി തീരുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സഭ ഒരു ഭവനമാണ്. സഭ ഒരു ഭവനമാണ്. അത് സന്തോഷത്തിനും ആമേൻ താഴ്മയോട് മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതായ സ്ഥലമായി തീരണം. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 19 മുതൽ 22 വരെയുള്ള വചനങ്ങൾ, 19 മുതൽ 22 വരെയുള്ള വചനങ്ങൾ വ്യക്തമായി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, സഭ ഒരു ആട്ടിൻകൂട്ടമാണ്. സ്തോത്രം. ആട്ടിൻകൂട്ടത്തിന്റെ അനുഭവം, ഇടയന്റെ കീഴിലാണ് സഭ നിൽക്കുന്നത്. ഇടയന്റെ ശബ്ദം ആടുകൾ തിരിച്ചറിയും. സ്തോത്രം. അന്യന്റെ ശബ്ദമല്ല, പിന്നെയോ ഇടയന്റെ ശബ്ദം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടയനൊന്ന് വിളിക്കുമ്പോൾ ഓടി വരും. ഇടയന്റെ ശബ്ദം ആടിന് തിരിച്ചറിയാനായിട്ട് കഴിയും. ദൈവജനമേ, ഈ പെരുന്നാളിലെ നമുക്ക് നല്ല ഇടയനായ യേശുവിന്റെ ശബ്ദം തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയണം. സ്തോത്രം. അന്യന്റെ ശബ്ദമല്ല, നല്ല ഇടയന്റെ ശബ്ദം തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയണം. സഭ ഒരു ആലയമെന്ന് 1 തീമോഥെയോസ് 3:15 പറയുകയാണ്. ആമേൻ. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസനയായി അത് നിറയ്ക്കേണ്ടതായിരിക്കുന്നു. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസന, സ്നേഹത്തിന്റെ വാസന കൊണ്ട് നമ്മുടെ സഭ നിറയപ്പെടണം. സ്നേഹത്തിന്റെ വാസന കൊണ്ട് സ്തോത്രം നമ്മുടെ സഭ നിറയപ്പെടുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് നമ്മളായി തീരുന്നത്. പ്രിയപ്പെട്ടവരെ, സഭ ഒരു വയലാണ്. ഒരു വയലിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവജനമേ, വയലിലെ ഒത്തിരി അധ്വാനിച്ചാൽ മാത്രമേ അതിൽ കൃഷി ചെയ്ത് ആമേൻ നല്ല ഫലം കൊയ്തെടുക്കാനായിട്ട് ഒരു നിലവിടമയ്ക്ക് അല്ലെങ്കിൽ ആ കൃഷി ചെയ്യുന്ന മനുഷ്യന് കഴിയത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, സഭ ഒരു വയലാകുമ്പോൾ ഇവിടെ ഒത്തിരി ആമേൻ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ആ സഭയുടെ അല്ലെങ്കിൽ ആ കൃഷിയുടെ വളർച്ചയിൽ നമ്മൾ കണ്ണും കരുത്തുമായിട്ട് എപ്പോഴും നോക്കേണ്ടിയിരിക്കുന്നു. അതിനെ വേലി കെട്ടി സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അതിനെ പരിപാലിക്കേണ്ടിയിരിക്കുന്നു. അതിന് തക്ക സമയത്ത് ആമേൻ വെള്ളം കൊടുക്കേണ്ടിയിരിക്കുന്നു. അതിന് വെള്ളവും വെളിച്ചവും ആവശ്യമാണ്. പ്രിയപ്പെട്ടവരെ, സഭ ആമേൻ ഒരു വയലായി തീരുമ്പോൾ നമുക്ക് ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. നമുക്ക് ആമേൻ ഉറങ്ങി ആമേൻ നമ്മുടെ ക്ഷീണം അകറ്റാനായിട്ടുള്ളതല്ല, പിന്നെയോ ഉത്സാഹത്തോടെ പ്രവർത്തിക്കേണ്ടതാണ്. ഈ 56 വർഷങ്ങൾ തമ്പുരാൻ നമ്മെ നടത്തിയപ്പോൾ ദൈവജനമേ സ്തോത്രം, നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇന്ന് പ്രഭാതത്തിൽ കൊണ്ടുവന്ന് സാധനങ്ങൾ സമർപ്പിച്ചിരിക്കുമ്പോൾ നമ്മുടെ അധ്വാനത്തിന്റെ ഫലമാണ്. ഇസ്രായേൽ മക്കളുടെ ഓരോ പെരുന്നാളുകളും അവരുടെ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതായ പെരുന്നാളുകളായിരുന്നു. പ്രിയപ്പെട്ടവർ, നമ്മൾ പഴയ നിയമത്തിലെ വ്യക്തമായി വായിക്കുന്നു. ഈ ദിനങ്ങളിലും നമുക്കും ഈ വർഷത്തിൽ നമുക്ക് സാധനങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിക്കാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. പ്രിയപ്പെട്ടവരെ, സഭ ഒരു വയലാകുമ്പോൾ അതിലെ ആമേൻ അധികമായിട്ട് ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നമുക്ക് ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. സ്തോത്രം. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്, അധ്വാനിക്കാനായിട്ടുണ്ട് എന്നതും കൂടി മറന്നു പോകരുത്. സഭ ഒരു സൈന്യമായി നിൽക്കുകയാണ്. സഭ 2 കൊരിന്ത്യർ 10:3 മുതൽ 6 വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോഴും
എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ അതിന്റെ 12-ാമത്തെ വചനം വായിക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ, ഐക്യതയോടെ ശത്രുവിനെ തുരത്തുവാനായിട്ടാണ് സഭയെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്ന് സഭയ്ക്കെതിരായിട്ട് ഈശാനമൂലൻ അവൻ ആചരിക്കുന്നതായ കാലഘട്ടമാണ് പ്രിയപ്പെട്ടവരെ. സഭാ മക്കൾക്കെതിരായിട്ട്, ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ ദിനങ്ങളിലെ നമ്മുടെ ഇന്ത്യ ദേശത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ക്രിസ്മസ് ആരാധനകൾ പോലും നോർത്ത് ഇന്ത്യ പ്രദേശങ്ങളിലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ദൈവജനമേ, ആരാധനകൾ പോലും നടത്താൻ പറ്റാതെ തടസ്സങ്ങൾ സൃഷ്ടിച്ചതായ മറ്റുള്ള നമ്മുടെ സഹോദരന്മാർ, മതത്തിന്റെ മൗലികവാദികൾ, പ്രിയപ്പെട്ട അങ്ങനെയുള്ളതായ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിന്റെ മധ്യത്തിൽ സഭ സ്തോത്രം ഒരു സൈന്യമായി ശക്തമായി പ്രാർത്ഥിക്കേണ്ടതാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ ദിനങ്ങളിലെ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. സഭ ഒരു വിളക്കായി ശ്രമിക്കാനുള്ളതാണ്. സഭ ലോകത്തിൽ നന്നായി ജീവിച്ച് സ്തോത്രം അന്ധകാരത്തെ പുറത്താക്കുക എന്നതാണ് സഭയുടെ ഏറ്റവും വലിയ ചുമതല. എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയുടെ ചുമതലയാണ് ലോകത്തിൽ നന്നായി ജീവിക്കുക, നല്ല ക്രിസ്തീയ സാക്ഷികളായി, ക്രിസ്ത്യാനികളായി ജീവിച്ച് പ്രിയപ്പെട്ടവരെ അന്ധകാരത്തെ പുറത്താക്കുവാനായിട്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 14 മുതൽ 16 വരെയുള്ള വചനങ്ങളിലെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയരെ, സഭയെക്കുറിച്ച് ഇനി നമുക്ക് പറഞ്ഞുകൊണ്ട് പോകാം. സഭ ഒരു തോട്ടമെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. പ്രിയരെ, അതുകൊണ്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇന്ന് ഒരു സഭയായി വിളിച്ച് വേർതിരിക്കപ്പെട്ട ക്രിസ്തീയ കൂട്ടമായി നമ്മൾ ആയിത്തീർന്നിരിക്കുമ്പോൾ നമ്മുടെ ചുമതലകൾ എത്രമാത്രം നമ്മൾ അത് നിർവഹിക്കുന്നു എന്നതും കൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആദിമ സഭയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രിയരെ, അത് വളരുന്ന സഭയായിരുന്നു ആദിമ സഭ. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 41 മുതൽ വായിക്കുമ്പോഴും 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വചനത്തിലും 6-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനത്തിലും 9-ാമത്തെ അധ്യായത്തിന്റെ 31-ാമത്തെ വചനത്തിലും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു വളരുന്ന സഭ. ദൈവജനമേ, ഇന്ന് എന്തുകൊണ്ടോ നമ്മുടെ ആലയങ്ങളിലെ ആളുകൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ എല്ലാ സഭകളും എവിടെ പോയാലും നമുക്ക് അങ്ങനെയാണ് കാണുന്നത്. ഒരിക്കൽ ഒരു സഹോദരി ഇറ്റാലിയൻ ദേശത്ത് നിന്ന് ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നു. വലിയൊരു ദേവാലയമാണ്, നമ്മുടെ ഈ ദേവാലയത്തെക്കാളും വലിയൊരു ദേവാലയം. ആ സഹോദരി അയച്ചു തന്ന വീഡിയോ ഞാൻ നോക്കി. പ്രാർത്ഥന ആരാധനയിലെ കുറച്ച് വലിയപ്പച്ചന്മാരും കുറച്ച് അമ്മച്ചിമാരും മാത്രമാണ് അത്ര വലിയ ദേവാലയത്തിൽ ആരാധനയ്ക്ക്, ഞായറാഴ്ച ആരാധനയ്ക്ക് കൂടി വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വളരെ സങ്കടം തോന്നി. വലിയൊരു ദേവാലയത്തിൽ കുറച്ച് ആളുകൾ, വിരലെണ്ണപ്പെടുന്നതായ ഇച്ചിരി പ്രായമുള്ളതായ മാതാപിതാക്കളാണ് ആ ആലയത്തിൽ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട ആ സഹോദരി പിന്നീട് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു. അന്നേരം ആ സഹോദരി പറയുകയാണ്, അച്ഛാ, ഇത്രയും പേരെ വരാറുള്ളൂ, ആളുകൾക്ക് പള്ളിയിൽ വരാൻ താല്പര്യങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിദേശ രാജ്യത്തിലെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ. പക്ഷേ ഞാൻ പറഞ്ഞത്, ഇന്നലെ ഞാൻ പറഞ്ഞതൊന്ന് ആവർത്തിക്കുന്നതിൽ ക്ഷമിക്കണം. ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ പാട്ട് പാടുന്നതൊക്കെ തെറ്റുകളൊക്കെ വരാം. വചനം വായിക്കുമ്പോഴൊക്കെ മനുഷ്യരാണ് തെറ്റുകൾ വരാം. പ്രസംഗിക്കുമ്പോഴും തെറ്റുകളൊക്കെ വരാം. പാട്ട് പാടുമ്പോഴെല്ലാം കുറവൊക്കെ ഉണ്ടാകും. മനഃപൂർവ്വം അതിന് അപാകതകൾ സംഭവിക്കാം. പക്ഷേ നമ്മൾ അതെല്ലാം നോക്കേണ്ടത്. പിന്നെയോ നമുക്കൊരു കടമയുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവസന്നിധി വന്ന് ആരാധിക്കുക, ദൈവത്തിന് മഹത്വം നൽകുക, ദൈവത്തിന് ദശാംശം നൽകുക, ദൈവിക കാര്യങ്ങളിൽ പ്രവർത്തിക്കുക, ദൈവത്തിന്റെ സാക്ഷികളായി ജീവിക്കുക, ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പ്രഘോഷിക്കുക എന്നത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളാണ്. അത് നമുക്ക് ചെയ്യാതിരിക്കാനായിട്ട് കഴിയത്തില്ല. ചെയ്താലേ മതിയാകത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, അവരാണ് വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ ജനം, അവരാണ് വിളിച്ച് വേർതിരിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കൾ. അങ്ങനെയെങ്കിൽ നമ്മുടെ സഭ വളരുന്ന സഭയായി തീരണം. ആദിമ സഭ വളരുന്ന സഭയാണ് ആയിരുന്നെന്നാണ് വചനം പറയുന്നത്. ആ സഭ പ്രതികൂലം സഹിച്ച സഭയായിരുന്നു എന്നാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. 7-ാം അധ്യായത്തിന്റെ 57 മുതൽ 60 വരെയുള്ള വചനങ്ങളിലും വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലവിധമായ പ്രതികൂലങ്ങൾ സഹിച്ച സഭയായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇവിടെ ഒരു ദേവാലയം ഉണ്ടാകാനായിട്ട് ഇടുക്കി വയർമണി പ്രദേശത്തിരുന്ന് നമ്മുടെ പിതാക്കന്മാർ കടന്നു വന്ന് 1970-കളിൽ നിന്നാണ് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. ആ വർഷം കറക്റ്റാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ആ കാലത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തെ അവർ കണ്ടുപിടിച്ചു. ഇവിടെ ഒരു ദേവാലയം രൂപപ്പെടുത്തണമെന്ന് പറഞ്ഞ് അവർ ഐക്യതയോടെ, ഒത്തൊരുമയോടെ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഇവിടെ ദേവാലയം രൂപപ്പെടുത്തി.
ഞാൻ അറിഞ്ഞത് കല്ലുകളൊക്കെ ദൂരത്തിൽ നിന്ന് പൊട്ടിച്ചു കൊണ്ടുവന്ന് മണലൊക്കെ ചുമന്ന് അവൻ വെള്ളത്തോട് വാരിക്കൊണ്ടുവന്ന് ഇവിടെ ഒരു ദേവാലയം രൂപപ്പെടുത്തുമെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവര്, ചരിത്രം ഉറങ്ങുന്ന ഈ മണ്ണിൽ പ്രിയപ്പെട്ടവര്, ഒത്തിരി കാര്യങ്ങൾ പറയാനുള്ളതായ, ചരിത്രം പറയാനുള്ളതായ അവൻ ഈ മണ്ണിൽ ഇന്ന് ആരാധനയ്ക്കായിട്ട് വന്നിരിക്കുന്ന വിളിച്ചു വേർതിരിക്കപ്പെട്ട വിശ്വാസ കൂട്ടമേ, നമുക്ക് ഒത്തിരി മുന്നേറാനായിട്ടുണ്ട്, ഒത്തിരി വളരാനായിട്ടുണ്ട്. നമുക്ക് ഇനിയും ഒത്തിരി പ്രതികൂലങ്ങൾ സഹിക്കാനായിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് നിൽക്കണം പ്രിയപ്പെട്ടവർ, ഒരുമിച്ച് നിൽക്കണം. ഒരുമിച്ച് നിന്ന് ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുമ്പോഴാണ് പ്രിയരെ സഭ വളരുന്ന സഭയായി ആയിത്തീരുന്നത്. വീണ്ടും നമ്മൾ കാണുന്നത് പ്രതികൂലങ്ങളിലെ അവർ ശോഭിച്ച സഭയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 15-ലാണ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രതികൂലങ്ങളിലെ അവർ ശോഭിച്ചതായ വെളിച്ചം പകരുന്നതായ സഭയായിരുന്നു ആദിമ സഭ. നമ്മൾ അങ്ങനെ ആയി തീരണം പ്രിയരെ. സ്തോത്രം. വീണ്ടും കാണുന്നത് 2:26 പറയുന്നത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം തന്നെയാണ്. ഐക്യതയുള്ള സഭയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഐക്യത. ഇന്ന് നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഐക്യത. പ്രിയരെ, സ്തോത്രം. നമ്മൾ ഐക്യതയിൽ എത്രമാത്രം നമ്മൾ ഇവിടെ ആയിരിക്കുന്നു. ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഇളയദാസനെ ഞാൻ ചോദിക്കുന്നു, പ്രിയരെ, നമ്മുടെ ഐക്യത എങ്ങനെയാണ്? ഐക്യതയുള്ള സഭയായിരുന്നു ആദിമ സഭ. സ്തോത്രം. സെന്റ് മത്യാസിന്റെ നാമത്തിൽ സ്ഥാപിതമായ സഭ, ന്യൂക്കാളിയാർ ദേവാലയം, മനോഹരമായൊരു ദേവാലയം ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ, ഈ ദേശത്തിന്റെ മകുടമായി കിടാവിളക്കായി ശോഭിക്കുന്ന പട്ടണമായി നിൽക്കുമ്പോൾ, പ്രിയരെ, നമ്മുടെ ഐക്യതയിൽ ഈ 56-ാമത്തെ പെരുന്നാളിൽ സ്തോത്രം, ഞാൻ ചോദിക്കുന്നു, നമ്മൾ ഐക്യതയിലാണോ എന്ന് ആയിരിക്കുമെന്നത്? ഐക്യതയില്ലെങ്കിൽ പ്രിയരെ, ഐക്യതയിൽ നമ്മൾ വരണം. പണ്ടത്തെ കാലങ്ങളിൽ ഒരിക്കൽ ഒരു 7 ദിവസം ഉപവാസം കഴിഞ്ഞപ്പോൾ നാരായണക്കുഴി എന്ന് പറയുന്ന ദേവാലയത്തിൽ 7 ദിവസം ഉപവാസ പ്രാർത്ഥന 1999 കഴിഞ്ഞപ്പോൾ ആ പ്രാർത്ഥനയിൽ പങ്കെടുത്ത ഒരു പിതാവ് പറഞ്ഞു, എനിക്ക് ഒരാളെ കാണണമെന്ന്. ആ മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങിച്ചെന്ന് നേരെ തന്നോട് പ്രശ്നമുണ്ടാക്കിയ, അല്ലെങ്കിൽ താൻ പ്രശ്നമുണ്ടാക്കിയ ഒരു മനുഷ്യനെ പോയി കണ്ടു. കോട്ടമല പ്രദേശത്ത് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ദൈവത്തോട് പറഞ്ഞു, സഹോദര, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, അതാണ് ദൈവം സംസാരിക്കുമ്പോൾ നമ്മുടെ പക മാറും, നമ്മുടെ പിണക്കം മാറും, നമ്മുടെ കയ്പിന്റെ അനുഭവങ്ങൾ മാറും, നമ്മുടെ മറ്റുള്ള കുറ്റങ്ങളും കുറവ് പറയുന്നതെല്ലാം മാറും. പിന്നെയോ ഐക്യതയിൽ നാം ഒരുമിച്ച് ഐക്യപ്പെടുമെന്നതാണ് പേര്. സ്തോത്രം. ആദിമസഭ അങ്ങനെയുള്ളതായിരുന്നു. അവർ ദിനം പ്രതി കൂടി വരുന്ന സഭയായിരുന്നു. 2:46 ദിനം പ്രതി അവർ കൂടി വന്നു. സ്തോത്രം. ദിനം പ്രതി കൂടി വന്ന് എന്തിനാണ് അവർ കൂടി വരുന്നത്? ആരാധനയ്ക്കായിട്ട് കൂടി വരുന്നു. പ്രിയപ്പെട്ടവരെ, ആ കൂട്ടത്തെ കുറിച്ച് പറഞ്ഞത് 2:46 പറയുന്നത് ഹൃദയപരമാർത്ഥികളുടെ കൂട്ടമാണ്. ഹൃദയപരമാർത്ഥികളുടെ കൂട്ടം. സ്തോത്രം. വീണ്ടും പറയുന്നത് ദൈവത്തെ സ്തുതിക്കുന്നവരായ കൂട്ടമായിരുന്നു. ദൈവത്തെ സ്തുതിക്കുന്നതായ ആളുകളുടെ കൂട്ടമെന്നാണ് 47-ൽ പറഞ്ഞിരിക്കുന്നത്. അവർ ദൈവത്തെ സ്തുതിക്കുന്നവരായിരുന്നു. ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവം ഉള്ള സഭയായി നമ്മുടെ ന്യൂക്കാളിയാർ ദേവാലയം മാറണം. പേര് ദൈവ നിറവുള്ള സഭയായി നമ്മുടെ സഭ മാറണം. ദൈവ നിറവുള്ള സഭയായി നമ്മുടെ സഭ മാറണം. ഇന്നലെയും ഇന്നും ഇത്ര ആളുകൾ ദേവാലയത്തിൽ വന്നതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ജീവനുള്ള സഭയുടെ ക്രിസ്തീയ സ്പന്ദനമാണ് സുവിശേഷ ഘോഷണം. പ്രിയപ്പെട്ടവർ, ക്രിസ്തുവിനെ കുറിച്ച് ഈ ഗുഡ് ന്യൂസ് മറ്റുള്ളവരോട് പങ്കുവെക്കുന്നത് നമ്മുടെ വലിയൊരു കടമയാണ്. സെന്റ് മത്യാസ് വിശുദ്ധനായ മനുഷ്യൻ കർത്താവിനെ കുറിച്ച് പല സ്ഥലങ്ങളിലായി ദൈവത്തെക്കുറിച്ച് പ്രഘോഷിച്ചു, യേശുവിനെ കുറിച്ച് സ്തോത്രം പ്രഘോഷിക്കാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നാമത്തിലുള്ള ദേവാലയത്തിന്റെ ദൈവത്തിന്റെ മക്കളായി നമുക്ക് ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കാനായിട്ട് നമ്മൾ എത്രമാത്രം ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. പ്രിയരെ, ഈ 56-ാമത്തെ പ്രതിഷ്ഠാദിന പെരുന്നാളിൽ ഒന്ന് ചിന്തിക്കണം. മനസ്സിരുത്തി ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് സ്തോത്രം ചിന്തിക്കണം. ദൈവകാര്യങ്ങളിൽ നാം എത്രമാത്രം വളർന്നിട്ടുണ്ട്. പ്രിയരെ, ദൈവത്തിന്റെ ഹിതമനുസരിച്ചാൽ ദൈവത്തിന്റെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ക്രിസ്തീയ വേലയിൽ പങ്കാളികളായി തീരുവാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പ്രഘോഷിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷീകരിക്കാനായിട്ട് മറ്റുള്ളവരോട് സാക്ഷീകരിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന്
ഈ ദിനത്തില് ഒന്ന് ചിന്തിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പ്രിയരെ, സ്തോത്രം. ആമേൻ. അദ്ദേഹം മത്യാസ് ക്രിസ്തുവിനെ കുറിച്ച് കണ്ടതും കേട്ടതും എല്ലാം മറ്റുള്ളവരോട് പ്രഘോഷിക്കാനായിട്ടിടയായി തീർന്നു. നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ പ്രിയരെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് എങ്ങനെയായിരിക്കുന്നു എന്നതിനേക്കാളും പണ്ട് നമ്മൾ ആരായിരുന്നു എന്നതാണ്. പണ്ട് പലവിധമായ പ്രയാസത്തിലും ദാരിദ്ര്യാവസ്ഥയിലും ഇല്ലായ്മയിലും ജീവിച്ചവരായിരുന്നു. ദൈവം പാർക്കുവാൻ സ്തോത്രം നല്ല ഈ ദേശം തന്നു. ദൈവം തന്ന ദേശത്ത്, ദൈവം തന്ന നിലത്ത് കൃഷി ചെയ്യുവാൻ, അധ്വാനിക്കുവാൻ, അതുപോലെ തന്നെ ഉയർന്ന ജോലികൾ തന്ന് ദൈവം നല്ല വിദ്യാഭ്യാസം തന്ന് പ്രിയപ്പെട്ടവരെ നമ്മെ ഉയർത്തിയിരിക്കുമ്പോൾ ഈ ദിനങ്ങളിലെ ദൈവത്തെ കുറിച്ച് പ്രഘോഷിക്കുന്നതായ സഭയായി, സാക്ഷ്യമുള്ള സഭയായി തീരുവാൻ കർത്താവ് എന്നെ നിങ്ങളെ വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കണ്ടതും കേട്ടതും തൊട്ടതുമായ ജീവന്റെ അനുഭവങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. നമുക്കും പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്നെ നടത്തി, ദൈവം എന്നെ കാത്തു പരിപാലിച്ചു, ദൈവം എന്റെ ആവശ്യങ്ങളിൽ ഇടപെട്ടു എന്ന് പറയാനായിട്ട് ഈ ദിനങ്ങളിലെ നമുക്ക് കഴിയണം. രക്ഷിക്കപ്പെട്ടവരായ സ്തോത്രം ക്രിസ്തുവിന്റെ കൂട്ടമാണല്ലോ ക്രിസ്തീയ സഭ. പ്രിയരെ, ഈ ദേശത്ത്, ഈ ന്യൂക്കാലിയർ പ്രദേശത്ത് മാത്രമല്ല, ലോകമെമ്പാടും നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലുമ്പോഴും നമ്മുടെ ജോലി സ്ഥലത്തും എല്ലാ സ്ഥലത്തും കർത്താവിന്റെ യഥാർത്ഥ സാക്ഷികളായിട്ട് ആയിത്തീരുവാനായിട്ട് കഴിയണം. നമ്മൾ ചെയ്യുന്നതായ ഓരോ പ്രവൃത്തിയും ലോകം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും കുറവുകൾ വന്നാൽ, എന്തെങ്കിലും അപാകതകൾ വന്നാൽ പറയും, ഇവർ ക്രിസ്ത്യാനിയാണോ എന്നതായ ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, അതുകാരണം കൊണ്ട് ഒരു തീരുമാനമെടുക്കാം. സ്തോത്രം. ജീവനും ശക്തിയുള്ളതായ ദൈവത്തിന്റെ വചനം സ്തോത്രം നമ്മുടെ സഭ ഘോഷിക്കുന്ന സഭയായി, രക്ഷിക്കപ്പെട്ട കൂട്ടമായ നമ്മുടെ ജീവിതത്തില് സ്തോത്രം ദൈവത്തിന്റെ വചനം ഘോഷിക്കുന്നതായ ദൈവത്തിന്റെ ദാസന്മാരായി, ദാസ്യന്മാരായി, യഥാർത്ഥ ക്രിസ്ത്യാനികളായി, യഥാർത്ഥ ദൈവത്തിന്റെ മക്കളായി ആയിത്തീരുവാൻ ഈ പെരുന്നാളിലൂടെ കർത്താവ് നമ്മെ വിളിക്കുകയാണ്. ഈ പെരുന്നാളിലൂടെ ഉണർവും ശക്തിയും ചൈതന്യവും അനുഗ്രഹവും നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയണം. പ്രിയരെ, ഈ സാധനങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിക്കുന്നതിലൂടെ നമ്മെയും ദൈവത്തിന്റെ സന്നിധിയിൽ, ആരാധനയിൽ സമർപ്പണം ചെയ്യുകയാണ്. ദൈവജനമേ, അത് മറന്നു പോകരുത്. നമ്മൾ ചെയ്യുന്ന എന്ത് പ്രവൃത്തിക്കും അതിൻ്റെതായ കാര്യങ്ങൾക്ക് അർത്ഥമുണ്ട്, ആഴമുണ്ട് എന്നത് മറന്നു പോകരുത്. എന്റെ വാക്കുകൾ ചുരുക്കുകയാണ്. അധികാരം കൊണ്ട് പ്രിയപ്പെട്ടവരെ, ആദിമ സഭയെ പോലെ പ്രഘോഷിക്കുന്ന, സാക്ഷ്യം വഹിക്കുന്ന, പ്രതികൂലങ്ങളിലും ശോഭിക്കുന്ന വിളക്കായി തീരുവാനായിട്ട്, പ്രതികൂലങ്ങൾ സഹിച്ചതായ സഭയായി തീരുവാനായിട്ട്, പ്രിയപ്പെട്ടവർ വളർന്ന സഭയായി തീരുവാനായിട്ടാണ് കർത്താവ് ഇന്ന് നമ്മെ വിളിക്കുന്നത്. വിളിക്കുന്ന വിളിയുടെ മുമ്പിൽ ഒന്ന് സമർപ്പിക്കാം. വിളിക്കുന്ന വിളിയുടെ മുമ്പിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ 56ാമത്തെ പെരുന്നാളിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. സ്തോത്രം. ദൈവത്തിന് കൊടുക്കുന്ന നമ്മുടെ ദശാംശം വർദ്ധിക്കട്ടെ. ദൈവത്തിന് കൊടുക്കുന്ന സമയം വർദ്ധിക്കട്ടെ. ദൈവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ സമയം വർദ്ധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൈവമാണ്. ദൈവ അനുഗ്രഹങ്ങൾ ദൈവനാമത്തിനായിട്ട് ഇനിയും സമർപ്പിക്കാനായിട്ട് വിളിച്ച് വേർതിരിക്കപ്പെട്ട സഭയ്ക്ക് ദൈവം ഇടയാക്കട്ടെ എന്നതാണ് എന്റെ പ്രാർത്ഥന, വലിയ പ്രാർത്ഥന. പ്രിയരെ, സ്തോത്രം. പറഞ്ഞതുപോലെ ദൈവം തന്ന അനുഗ്രഹങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുക. ദേശത്തിലെ ഫലങ്ങൾ, ആദ്യ ഫലങ്ങളും എല്ലാം കൊണ്ടുവന്ന് ദൈവത്തിന് സമർപ്പിക്കാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ പെരുന്നാളിലെ കാണപ്പെടുന്ന ഈ സ്നേഹവും, ഈ കരുതലും, ഈ ഐക്യവും പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ മരണം വരെയും തുടരേണ്ടതാണ്. നമ്മുടെ മരണം വരെയും ഇത് തുടരേണ്ടതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ പെരുന്നാളിൽ നമുക്ക് ഐക്യതയോടെ സ്തോത്രം ഒരുമിച്ച് ദൈവത്തിന്റെ മക്കളായി, ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായി നമുക്ക് ശോഭിക്കുവാനായിട്ട്, നമുക്ക് പ്രകാശിക്കുവാനായിട്ട് കർത്താവ് കൃപ നൽകട്ടെ എന്നതാണ് എന്റെ പ്രാർത്ഥന. ദൈവജനമേ, സ്തോത്രം. ഇസ്രായേൽ മക്കൾ അവർ ചെയ്ത ഓരോ പ്രവൃത്തിയിലും ഒരു അർത്ഥമുണ്ടായിരുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അർത്ഥമുണ്ട്. നമ്മുടെ സഭ വളരട്ടെ പ്രിയരെ. നമ്മുടെ സഭ അനേകർക്ക് അനേകരെ കരുതുന്ന സഭയായി തീരട്ടെ എന്നതാണ് എന്റെ പ്രാർത്ഥന. കരുതുന്ന സഭ, മറ്റുള്ളവരെ, ഇല്ലായ്മയിലുള്ളവരെ കരുതുന്ന സഭയായിട്ട്, മറ്റുള്ളവരെയും ഈ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരുന്ന സഭയായിട്ട് നമുക്കായി തീരട്ടെ. ഈ സഭയുടെ ഉപസഭകളുണ്ട്, ആ സഭകളും വളരുവാനായിട്ട്
ആമേൻ സഭയായി നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ് പ്രിയരെ. സഭകൾ വളർന്ന് ഇടവകളായി അതിൽ നിന്നും വേറെ സഭകൾ രൂപപ്പെടാനായിട്ടും അങ്ങനെ അനേകം ആമേൻ ദൈവത്തിന്റെ ക്രിസ്തീയ സഭയിൽ വന്ന് ആമേൻ ദൈവത്തിന്റെ മക്കളായി ആയിത്തീരുമ്പോഴാണ് ആമേൻ യഥാർത്ഥ സഭയുടെ വളർച്ച നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ദിനങ്ങളിലെ നമ്മുടെ സഭ ഇനിയും വളരട്ടെ എന്നതാണ് എന്റെ പ്രാർത്ഥന. ഈ 56ാമത്തെ പെരുന്നാളിലെ തമ്പുരാൻ കർത്താവ് നമ്മുടെ സഭയെ ഇനിയും ദൈവം കൂടുതലായി ദൈവ അനുഗ്രഹങ്ങളുള്ള സഭയായി ദൈവം ഉയർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. CSI ഈസ്റ്റ് കേരള മഹായിടവകയിലെ ഈ കാളിയാർ ദേവാലയം ഒരു പ്രധാനപ്പെട്ട ഒരു ദേവാലയമാണ്, പ്രഗത്ഭമായ ഒരു ദേവാലയമാണ്. ഈ സഭ ഇനിയും വളരണം, ഈ സഭയിലെ ഇനിയും ദൈവത്തിന്റെ മക്കൾ വരണം, ഈ സഭ ഇനിയും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിറയണം. നിറഞ്ഞ് കവിയുന്ന അനുഭവത്തിലേക്കുള്ളതായ സ്തോത്ര ജീവിതങ്ങളായി, വ്യക്തി ജീവിതങ്ങളായി, കുടുംബങ്ങളായി ദൈവം ഈ പെരുന്നാളിലെ ദൈവം നമുക്ക് എല്ലാവിധമായ നന്മകളും എല്ലാവിധമായ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ ഏൽപ്പിക്കാം, ദൈവത്തിന്റെ സന്നിധിയിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ആദിമസഭ വളർന്നതുപോലെ നമ്മുടെ സഭയെ കർത്താവ് വളർത്തട്ടെ, നമ്മുടെ സഭയെ ദൈവം ഉയർത്തട്ടെ. അനേകരെ കരുതുന്ന സഭയാൽ ദൈവം നമ്മുടെ സഭയെ രൂപപ്പെടുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അനുഗ്രഹത്തിന്റെ നാഥനായ എന്റെ കർത്താവ്, ഈ നല്ല പകലിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ സഭ കർത്താവെ കരുതുന്ന സഭയായി, ഐക്യമുള്ള സഭയായി, കർത്താവ് പ്രതികൂലങ്ങളിലും വളരുന്ന സഭയായി സ്തോത്ര ഈ നാളുകളിൽ ഞങ്ങളുടെ സഭയെ അവിടെ രൂപപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അതിനായി നാഥ ഓരോ ദിനവും കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സ്വർഗീയ നന്മ കൊണ്ട് ദൈവമേ ഞങ്ങളെ ധാരാളമായി നിറയ്ക്കണം. പിതാവേ, നാൾക്കുനാൾ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വളരുന്ന സഭയായ കർത്താവെ ഞങ്ങളുടെ സഭയെ, ഓരോ വിശ്വാസ കുടുംബങ്ങളെയും ഓരോ വ്യക്തി ജീവിതങ്ങളെയും ദൈവം രൂപപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്താൽ നിറയ്ക്കണം. ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കൃപയോട് കേൾക്കണമേ. അമ്മേ, ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല മാനവത്വം കാലാസം കൂടാതെ തന്നെ. വിശ്വാസ പ്രമാണം. സർവസ്വത്തിലും പിതാവായ ആകാശത്തെയും ഭൂമിയെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമുള്ള സകലത്തെയും സൃഷ്ടികനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകാന്തനായ പുത്രനായ ഏകകർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. സർവ്വവും പിതാവിനാൽ ജനിപ്പിക്കപ്പെട്ടവൻ, ദൈവത്തിന് ദൈവം, പ്രകാശത്തിന് പ്രകാശം, സത്യദൈവത്തിന് സത്യദൈവം, ജനിപ്പിക്കപ്പെട്ടവൻ, ഉണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിനോട് ഏകത്വമുള്ളവൻ, അവനാസകളുണ്ടായി. അവൻ മനസ്സിലായ നമുക്കും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ തന്നെ വരുന്ന അവതരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസ് കീഴിൽ നമുക്ക് വേണ്ടി സ്വർഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവൻ ജീവനെയും മരിച്ചവരെയും ഞാൻ വിധിപ്പാൻ മഹത്വത്തോട് വീണ്ടുവരും. രാജ്യത്തിന് അവസാനമുണ്ടാകും. ജീവിക്കുന്നവനും പിതാവിനും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോട് പുത്രനോടുകൂടെ ബന്ധിക്കപ്പെട്ട് മഹത്വപ്പെടുന്നവനും പ്രവാചകന്മാരെ കൊണ്ട് പരോക്ഷമായ പരിശുദ്ധാത്മ ഞാൻ വിശ്വസിക്കുന്നു. കാതോലികം അപൂർവമായ ഞാൻ വിശ്വസിക്കുന്നു. പാപമോചനത്തിലേക്ക് പ്രത്യസ്ഞാൻ അനുസരിക്കുന്നു. മരിച്ചവരുടെ പുനരുത്ഥാനത്തിനും വരുവാൻ ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു.
സകല നല്ല ദാനങ്ങളുടെ ദാതാവും സകല അനുഗ്രഹങ്ങളുടെ ഉറവയും സ്വർഗീയ സമാധാനത്തിന്റെ ചാലകവുമായ വാഴ്ത്തപ്പെട്ട കർത്താവേ, ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയ മകളെ അവിടുത്തെ തിരുക്കരങ്ങളിൽ പരമേൽപ്പിച്ച പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം അവിടുന്ന് പരിപാലിച്ച് തൻ്റെ യാത്രകളിൽ, ജോലിസ്ഥലങ്ങളിൽ, ആവശ്യങ്ങളിൽ, പ്രാർത്ഥനകളിൽ ദൈവം തമ്പുരാൻ അവിടുന്ന് ശ്രദ്ധയോട് കേൾക്കുകയും അവിടുത്തെ ഹിതം പോലെ നടത്തുകയും ചെയ്തുവല്ലോ. അതിനായി സ്തോത്രം ചെയ്യും. പുതിയ വർഷത്തെ ഏറ്റവും അനുഗ്രഹമാക്കിയിരുവാൻ അവിടുന്ന് സഹായിക്കണം. അവിടുത്തെ പരിശുദ്ധാത്മാനുസക്തിയാൽ അനുഗ്രഹിച്ച് ദീർഘായുസ്സും ആരോഗ്യവും നന്മകളും അവിടുന്ന് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, വിവാഹ ദിവസം ആഘോഷിക്കുന്ന പ്രിയ മക്കളെ കുടുംബമായ ദൈവത്തിന്റെ കരങ്ങളിൽ പരമേൽപ്പിക്കും. മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ഉറ്റ തുണയെ ഉണ്ടാക്കി അവരെ കർത്താവെ ഏദൻ തോട്ടത്തിൽ ആദ്യ കുടുംബമായി അനുഗ്രഹിച്ച് വാഴ്ത്തിയല്ല. പ്രിയ മക്കളുടെ കുടുംബജീവിതത്തെ അവിടെ അനുഗ്രഹിച്ച് വാഴ്ത്തിയാണ്. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ അനന്തമായ സ്നേഹം, ആഴമേറിയ കരുതൽ, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പായി ദിവ്യമായ കാരുണ്യം പ്രിയമക്കളെ അവിടുന്ന് നയിക്കണമേ. പുതിയ വർഷത്തിൽ ആവശ്യമായ ദൈവകൃപയും പരിശുദ്ധാത്മാവിന്റെ ആലോചനയും സ്വർഗീയ നന്മകളും അവിടുന്ന് പകരണമേ. അങ്ങനെ ഈ ഭൂമിയിൽ പാർക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട തിരുക്കുടുംബങ്ങളായി ജീവിപ്പാൻ അവിടുന്ന് സഹായിക്കും. ചെയ്ത എല്ലാ നന്മകൾക്ക് സ്തോത്രം. തുടർന്നും അനുഗ്രഹിച്ച് പരിപാലിക്കണം. പുത്രനായ ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കയ്യേശു നമുക്ക് പരസ്പരം പങ്കിടാം ക്രിസ്തുവിന്റെ ദിവ്യ സമാധാനം.
ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ദൈവത്തോട് ഞാൻ നന്ദിയും സ്നേഹവും അറിയിക്കാൻ ഇപ്പോൾ വിശിഷ്ട അതിഥിക്ക് നന്ദി പറയാൻ വേണ്ടി സഭയുടെ കൈക്കാര്യം ക്ഷണിക്കുന്നു. ഉണ്ടാകട്ടെ. നമ്മുടെ 56ാമത് പള്ളിപ്രതിഷ്ഠാദിന പെരുന്നാൾ ഏറ്റവും ഭംഗിയായിട്ട് നടത്തുമെന്ന് കാരണം ദൈവം മനോജിനോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. വിശേഷാൽ ഈ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ സഭയുടെ വിവിധങ്ങളായ പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ കാര്യക്ഷമമായിട്ട് ധാരാളം പേര് അതിൽ പങ്കെടുക്കുകയുണ്ടായി. വിശേഷാൽ ഈ 56 വർഷക്കാലം നമ്മളെ വഴിനടത്തിയ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. പലരും മൺമറിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ പൂർവികന്മാർ നമുക്ക് നൽകിയ ദർശനത്തിൻ്റെയും കരുതലിൻ്റെയൊക്കെ ഭാഗം തന്നെയാണ് നമുക്ക് ഈ ഒരു പെരുന്നാൾ മനോഹരമായിട്ട് ആഘോഷിക്കുവാൻ സാധിച്ചത്. പെരുന്നാളിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ രാജാച്ചൻ ഒരു ഭയങ്കര ടെൻഷനായിരുന്നു. എന്നാൽ ആ ടെൻഷനെല്ലാം മാറി വളരെ സന്തോഷമായിട്ട് അച്ഛൻ പ്രവർത്തിക്കുവാൻ ഇടയായി. പെരുന്നാളിന് ഏറ്റവും അനുഗ്രഹമായി ശുശ്രൂഷ ചെയ്യുന്നതിന് ചുക്കാൻ പിടിച്ച നമ്മുടെ ഇടവകാരി റവൻ രാജൻ മോശത്തിന് കൊച്ചമ്മയ്ക്കും സഭയായിട്ട് സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. നമുക്കറിയാം, അപ്പർ മങ്കൊമ്പ് സഭയുടെയും പീന്തൃവാരി സഭയുടെയും സഭാ ശുശ്രൂഷകനായിട്ട് റവൻ ഡീക്കൻ ഇമ്മാനുവൽ രാജാച്ചനാണ് നമ്മുടെ മുഖ്യ അതിഥിയായിട്ട് ഇവിടെ കടന്നു വന്നത്. 2 ദിവസമായിട്ട് നമ്മളോടൊപ്പം ഒരു അംഗത്തെ പോലെ കൂടുകയും അതുപോലെ തന്നെ അനുഗ്രഹമായ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാനും അച്ഛന് സാധിച്ചു. പ്രത്യേകിച്ച് നമ്മുടെ ആളുകളെക്കാൾ കൂടുതൽ അച്ഛനറിയാം ഈ സഭയുടെ ചരിത്രവും അതിൻ്റെ വിശദാംശമല്ല. അത് 2 ദിവസങ്ങളിലും അച്ഛനത് പ്രത്യേകം പ്രതിപാദിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് ഇന്നലെ ഇന്നുമായി നടത്തിയ പ്രസംഗ വിഷയത്തിൽ അച്ഛൻ്റെ മുഖ്യ കാര്യം എന്ന് പറയുന്നത്, ഒന്ന്, സഭ എങ്ങനെയാകണം, സഭ എങ്ങനെ വളരണം, അതിനെങ്ങനെ വളർത്തിക്കൊണ്ടുവരണം, സഭാ മക്കൾ എങ്ങനെയാണെന്നുള്ള വളരെ അനുഗ്രഹമായ ഒരു സന്ദേശമായിരുന്നു നമുക്ക് 2 ദിവസം ലഭിച്ചത്. ഏറ്റവും ബഹുമാനമുള്ള അച്ഛനോട് ന്യൂക്കോളിയസോടെ എല്ലാവിധമായ നന്ദിയും സ്നേഹം അർപ്പിക്കുന്നു. ദൈവം മാറാകട്ടെ. അതോടൊപ്പം തന്നെ അച്ഛനോടൊപ്പം കടന്നു വന്ന സിജി കൊച്ചമ്മയോടും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. അച്ഛന് 2 കുഞ്ഞുങ്ങളാണുള്ളത്. അവർ വിവിധ നിലകളിൽ സേവനം ചെയ്തു വരുന്നു. കൊച്ചമ്മയ്ക്കും നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ഉപസഭകളിൽ നിന്ന് കടന്നു വന്ന ബഹുമാനമുള്ള സഭാപ്രവർത്തകരായ ജീവൻ പൗലോസ് സാർ, അതുപോലെ ഷിജോ സമൈസക്ക്, 2 പേരും നമ്മുടെ അംഗങ്ങൾ തന്നെയാണ്. 2 പേരോടും സ്നേഹപൂർവ്വം നന്ദി സ്നേഹവും ഞങ്ങൾ അറിയിക്കട്ടെ. ദൈവം അംഗീകരിക്കുമാറാകട്ടെ. അതുപോലെ ചർച്ച കമ്മിറ്റി അംഗങ്ങൾ, പെരുന്നാളിന് സംഭാവന നൽകിയ പ്രിയപ്പെട്ടവരോട് പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. നമുക്കറിയാം, ഒരു കുടുംബത്തിന് 1000 രൂപയാണ് നമ്മുടെ കുടുംബ വിഹിതം നിശ്ചയിച്ചിരുന്നത്. പറ്റുന്നതുപോലെ ആൾക്കാർ സഹകരിച്ചിട്ടുണ്ട്. പ്രാർത്ഥിച്ചവർ, സഹകരിച്ചവർ, അങ്ങനെ എല്ലാവരുമായി കൈത്താങ്ങൾ നൽകിയ എല്ലാ പ്രിയപ്പെട്ടവരും സഭയായിട്ട് നന്ദി സ്നേഹം ഞാൻ അറിയിച്ചു കൊള്ളുന്നു. നമുക്ക് നോട്ടീസ് സ്പോൺസർ ചെയ്തത് ശ്രീ ജെയിംസ് പാരാഘട്ടിൽ രണ്ട് കുടുംബങ്ങളാണ്. അവരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. അതുപോലെ തന്നെ മേശി കസേരയുടെ സ്പോൺസർ ചെയ്ത് കുളത്തെങ്കിലെ അരുണാന്റെ കുടുംബാംഗങ്ങളാണ്. അവരോടുമായി പ്രത്യേകം നന്ദി സ്നേഹം അറിയിക്കുന്നു. മറ്റ് സംഭാവന നൽകിയ ജിയോ ജെയിംസ് എട്ടക്കാരിക്കൽ, അദ്ദേഹം ഇവിടെ ഇല്ല, എനിക്ക് പോലും പ്രാർത്ഥനയും നന്ദി ഞാൻ പ്രത്യേകം അറിയിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ പുതുപ്പണിയിൽ പെയിൻറ്റിങ്, വാഷിങ്, കൂടാതെ ക്ലീനിങ് മുതലായ കാര്യങ്ങളിലൊക്കെ ഒരുപാട് പേര് രാത്രി പൗരമായിട്ട് സഹകരിച്ചവരുണ്ട്. പെരുന്നാളിൻ്റെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ സഭാമക്കളോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി സ്നേഹം അറിയിച്ചുകൊള്ളട്ടെ. അതുപോലെ ഭക്ഷണ ക്രമീകരണം നടത്തിയവരോടും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ഇന്നലെ ഇന്നുമായിട്ട് നമ്മുടെ ഉപസഭകളിൽ നിന്ന്
മറ്റ് സഭകളിൽ നിന്നെല്ലാം ഒരുപാട് പേര് കടന്നു വന്നിരുന്നു. അവരുടെയും പ്രത്യേകമായിട്ട് അവർക്കും നന്ദി സ്നേഹം അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് ചെണ്ടമേളം സ്പോൺസറിങ് അല്ല എങ്കിൽ പോലും അത് നടത്തിയ ശ്രീ വിനായക മേള സംഘം കുരുതിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ആ പ്രിയപ്പെട്ടവർ വന്നിരിക്കുന്ന 10 പേരാണ്. 30ഓളം അംഗങ്ങൾ അടങ്ങിയ വലിയ സമൂഹത്തിൽ അല്ലെങ്കിൽ വലിയൊരു മേളത്തിൽ നിന്ന് 10 പേർ മാത്രമാണ് നമുക്ക് എത്തിയിരുന്നത്. ആ മേളക്കാരോടും ഞങ്ങൾ സഭയായിട്ട് നന്ദി സ്നേഹവും അർപ്പിച്ചുകൊള്ളുന്നു. ദൈവം അംഗീകരിക്കുന്നുണ്ട് എല്ലാവരും. ഇത്രത്തോളം ആത്മീയ ചൈതന്യത്തോടും വളരെ ചന്തമായി ക്രമമായി നടക്കുവാൻ സഹായിച്ച സർവശക്തനായ ദൈവത്തിൽ ഞാൻ സ്തുതിയും സ്തോത്രം അർപ്പിക്കുന്നു. ആത്മാർത്ഥമായി സഹകരിച്ച കമ്മിറ്റി അംഗങ്ങൾ, കത്യാരച്ചൻ, മൈക്ക് ഓപ്പറേറ്റർ, കൈക്കാരന്മാർ, വിശ്വാസ കുടുംബങ്ങൾ എല്ലാവരും നന്ദി ഞാൻ പ്രത്യേകിച്ച് ഞാൻ അറിയിക്കുകയാണ്. ആദ്യത്തെ കമ്മിറ്റി കൂടിയപ്പോൾ ഒരുപാട് ലിസ്റ്റുകൾ എന്നോട് പറഞ്ഞു. ചെണ്ടമേളം വേണം, സ്നേഹവിരുന്ന് വേണം, ആകാശ വിസ്മയം വേണം. അപ്പോൾ ഞാൻ പറഞ്ഞ വിസ്മയം സൃഷ്ടിക്കുവാനായി പണം വേണം, എന്ത് ചെയ്യും? അതാണ് ടെൻഷൻ. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഞാൻ കണക്കെടുപ്പ് ഏകദേശം 1 ലക്ഷം രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇതെല്ലാം നമുക്ക് കണ്ടെത്താൻ സാധിക്കൂ. എന്നാൽ ദൈവകൃപയാൽ ദൈവം വളരെ അത്ഭുതകരമായി നമ്മെ നടത്തുന്നു എന്നുള്ളതാണ് ദൈവീകത്തിൻ്റെ പ്രത്യേകത. അതിൻ്റെ അടിസ്ഥാന കാരണം നിങ്ങളുടെ പ്രാർത്ഥനയും സമർപ്പണവും സഹകരണവുമാണ്. ഞാൻ എല്ലാത്തിനായി ഒറ്റവാക്കിൽ ദൈവത്തോട് സ്തോത്രം ചെയ്യും. ലിത്താനിക് ടേബിൾ ആംഗ്ലിക്കൻ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് പങ്കെടുക്കുവാൻ സാധിച്ചു. പ്രത്യേകിച്ച് ആ കുടുംബാംഗങ്ങൾ എന്നോട് പലവട്ടം പറഞ്ഞ അച്ഛൻ പേര് പറയരുത്, അച്ഛന് സഭയ്ക്ക് ആവശ്യങ്ങൾ എന്തെങ്കിലും മേടിക്കുക എന്നാണ് എനിക്ക് പറഞ്ഞത്. അതുകൊണ്ട് അവർ പലവരും ആവശ്യപ്പെട്ടു. ഞാൻ ആ കുടുംബത്തിൻ്റെ പേര് പറയുന്നില്ല. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇനിയും നമുക്കൊരു ലിത്താനിക് ടേബിളും വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന തിരുവസ്തുക്കൾ സൂക്ഷിക്കാൻ വേണ്ടി ടാബർനാക്കിൾ എന്നാണ് അതിന് പറയുന്നത്. അതുകൂടെ പണമെടുക്കേണ്ടതുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വരുന്ന ആളുകൾ മുമ്പോട്ട് വരികയും പ്രാർത്ഥനാപൂർവ്വം ഇത് സമർപ്പിക്കണമേ എന്ന് ഞാൻ പ്രത്യേകിച്ച് അറിയിക്കുന്നു. പ്രത്യേകിച്ച് നാം ഒരു ആംഗ്ലിക്കൻ പാരമ്പര്യത്തിൽ വരുന്ന ഒരു മഹാടനെയും സഭാവിശ്വാസികളുമാണ്. അതുകൊണ്ട് ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുന്ന ഏത് വസ്തുവിനും ഒരു ആംഗ്ലിക്കൻ പാരമ്പര്യം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ദേവാലയം നാം ഉപയോഗിക്കുന്ന പലതും അതിൽ പെടുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അതുകൊണ്ടാണ് പ്രതിഷ്ഠാദിന പെരുന്നാളിന്റെ ഇന്നത്തെ ഒരുക്ക ശുശ്രൂഷയ്ക്ക് ഞാൻ കാസായി വിലാസ എടുത്തത് പഴയതായിട്ടാണ് ഉപയോഗിച്ചത്. അതിനകത്തുള്ള പണികളും ഷേപ്പിലെല്ലാം അതിനകത്തൊരു ടച്ച് ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും സമർപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനോടുകൂടെ ഒന്ന് ആലോചിച്ചാൽ ആ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള രീതിയിൽ അത് പണിതെടുക്കുവാൻ നമുക്ക് സാധിക്കും എന്നുള്ള ഞാൻ പ്രത്യേകിച്ച് അറിയിക്കുക. മറ്റൊന്ന് ഒരു വിസ്മയം കൂടിയുണ്ട്. പുതിയ നിയമം ഹാൻഡ് റിട്ടൺ, കൈകൊണ്ട് എഴുതിയ ഒരു പുതിയ നിയമം പ്രിയ റോസമ്മ CB അവർ തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു പുതിയ നിയമം വായിച്ചു തീർക്കാൻ എത്ര ദിവസം എടുക്കും? പൂർണ്ണമായിട്ട് വായിച്ചത് ചോദിച്ചാൽ ഇല്ല എന്നുള്ള നഗ്നമായ സത്യം. എന്നാൽ ഒരു വ്യക്തി പുതിയ നിയമം പൂർണ്ണമായിട്ടും അതേപടി എഴുതി തീർക്കുക എന്നുള്ളത് വലിയൊരു എഫോർട്ടാണ്. വളരെ ക്രിയേറ്റീവ് ആയിരിക്കുന്ന ഒരു എഫോർട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ പ്രിയ ആൻറ്റി മുമ്പോട്ട് വരികയും അത് സഭയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ അഭിനന്ദനങ്ങളും പ്രാർത്ഥന ഞാൻ അറിയിക്കുകയാണ്. പറ്റുമെങ്കിൽ പഴയ നിയമം കൂടെ എഴുതി അത് പൂർത്തിയാക്കുവാൻ ഈ നാളിൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈബിൾ പുതിയ നിയമം ആദ്യമുതൽ അവസാനം വരെയുള്ള
ഈ നോട്ടീസിൽ ഒരു ആഗ്രഹം കൂടെ പറഞ്ഞു തീർക്കട്ടെ. പിതാക്കന്മാരെ കുഴിയൊടിപ്പിക്കപ്പെട്ട ദിവസം അവർ ഈ നാട്ടിലേക്ക് പലായനം ചെയ്തപ്പോൾ അവർ വെറും കൈയോടല്ല വന്നത്. ഫറവോന്റെ അടിമത്തിൽ നിന്ന് കനാൻ ദേശ യാത്രയിലെ ജനം യോസഫിന്റെ സഭകുടീരം മാന്തി ആ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന അസ്ഥികൂടമായിട്ടാണ് അവർ യാത്ര ചെയ്യുന്നത്. അതുപോലെ തന്നെ പിതാക്കന്മാർ കാലം ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കൾ വിശുദ്ധ കുർബാന ഉപയോഗിച്ചത് മണി പോലുള്ള സാധനങ്ങളുണ്ട്. നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ആദരവ്, എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്, സഭയുടെ കവാടത്തിൽ കയറുന്ന സ്ഥലത്ത് ഒരു മനോഹരമായ ഒരു ഷോക്കേസ് ഉണ്ടാക്കി അവർ ഉപയോഗിച്ച സാധനങ്ങൾ ഒക്കെ അതിൽ സൂക്ഷിച്ചാൽ എന്നും അവർ ഓർമ്മയ്ക്ക് വേണ്ടി അത് നമുക്ക് നിലനിർത്തുവാൻ സാധിക്കും. വരുന്ന പൊതുയോഗങ്ങളിൽ കുറിച്ച് പ്രാർത്ഥനയോടുകൂടി വന്ന് അക്കാര്യങ്ങൾ ചർച്ച ചെയ്യണം. അതിനകത്തൊരു തീരുമാനമുണ്ടായാൽ അത് അവരുടെയൊക്കെ കടന്ന് നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കാനാണ് നമുക്ക് സാധിക്കും. ഞാൻ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ഇത് നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. നന്ദി പറഞ്ഞപ്പോൾ ആരെങ്കിലും വിട്ടുപോയാൽ ദയവായിട്ട് അല്ലെങ്കിൽ പൊരുക്കണം. നന്ദി പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മറ്റൊന്ന്, സ്നേഹവിരുന്നുണ്ട്, എല്ലാവരും കേട്ടിട്ട് പോകാറുണ്ട്. ഏകദേശം 150 പേരുള്ള സ്നേഹവിരുന്നാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഞാനൊന്ന് ഓടിച്ച് എണ്ണിയപ്പോൾ 105-നും 110-നിടയിലുള്ള അംഗസംഖ്യകളാണ് ദേവാലയത്തിലുള്ളത്, പോയിട്ട് വേറൊക്കെ. അപ്പം ആഹാരം ബാലൻസ് വരാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥനയോട് അത് കഴിച്ച് ദൈവിക അനുഗ്രഹം വേണ്ടി വേണം മുമ്പോട്ട് പോകും. ലേലമുണ്ട്, ലേലം നിങ്ങൾ സഹകരിക്കുന്നില്ല. ശ്രീന സഖ്യത്തിന്റെ ധനസേവനത്തിന് വേണ്ടി ഒരു പലഹാര കട അവർ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിലും കൂടി നിങ്ങൾ സഹകരിക്കണം. വേടിക്കുന്ന പൈസ കൃത്യമായിട്ട് കൊടുക്കണം എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
യാക്കോബിന്റെയും ഞങ്ങളുടെ പിതാക്കന്മാരുടെ സ്വർഗീയ ദൈവമേ, ഈ മനോഹരമായ ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 56 വർഷക്കാലം ഞങ്ങളെ സഭയായി കുടുംബങ്ങളായി അനുഗ്രഹിച്ച വഴിനടത്തിയ സ്നേഹത്തിനായി നന്ദി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് കുടുംബങ്ങളായ നിന്റെ സന്നിധിയിലെ മടങ്ങി കർത്താവെ സ്തോത്രാർത്ഥന നടത്തുവാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിച്ച കർത്താവിന് നന്ദി പറയുന്നു. ദൈവമായ പിതാവേ, മൺമറഞ്ഞു പോയ ഞങ്ങളുടെ വിശുദ്ധരായ ഞങ്ങളുടെ മാതാപിതാക്കളുടെ നല്ല ജീവിതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ വചനം നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച ഞങ്ങളെ നല്ല ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തലമുറകളായി അവരെ ഓർക്കുവാനും നന്ദി ഹൃദയത്തോടുകൂടി സ്തോത്രയാഗം അർപ്പിക്കുവാനും ഞങ്ങൾക്ക് നന്ദിക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നു മുതൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് അതിനായി സ്തുതിക്കുന്നു. ദൈവമേ, 2 ദിവസങ്ങളായി അങ്ങയിൽ നിന്ന് കേട്ടതായ തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. സ്നേഹത്തോടും സന്തോഷത്തോടും അനുരഞ്ജനത്തോടും കൂടി നിന്റെ സ്നേഹത്തിലൂടെ മടങ്ങി കർത്താവെ സഭയിൽ നിന്നെ ആരാധിപ്പാൻ ഞങ്ങളെ അവിടെ ശക്തരാക്കണം. കർത്താവെ, വചനം സംസാരിച്ച ഇമാളുടെ രാജനെയും കുടുംബമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ മാനിയേൽപ്പിച്ചിരിക്കുന്ന നല്ല ശുശ്രൂഷകൾക്കും സഭയ്ക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, മോശത്തിനെ എതിർക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കുടുംബമായി അനുഗ്രഹിക്കണമേ. നാളുകളിൽ സഭയ്ക്ക് നല്ല ശുശ്രൂഷകൾക്ക് നന്ദിയോടെ നിയമമായിട്ടുള്ളൂ. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. രോഗങ്ങൾ